വഖഫ് ബോർഡ് സംബന്ധിച്ച വിഷയത്തിൽ വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം ലീഗും നടത്തുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വഖഫ് ബോർഡിലേക്ക് മുസ്ലിം സമുദായത്തിന് പുറത്തുനിന്നും രണ്ടുപേരെ നിയോഗിച്ചു കൊള്ളാമെന്ന് ഇടതു സർക്കാരിന്റെ കാലത്ത് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ നിയമസാധ്യതകൾ പരിശോധിക്കുമെന്ന നിലപാടാണ് UDF സർക്കാരിന്റേതെന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം. എന്നാൽ പരിശോധിക്കാമെന്നല്ല, സെക്ഷൻ 14 പ്രകാരം അംഗങ്ങളെ നിയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ അറിയിച്ചത്. വഖഫ് ബോർഡ് അംഗങ്ങളെ നിയോഗിക്കുന്ന വിഷയത്തിൽ ഇടതു സർക്കാരിന്റെയും UDF സർക്കാരിന്റെയും നിലപാട് ഇതായിരിക്കെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങളാണ് ഇടതുപക്ഷം മുസ്ലിം ലീഗും നടത്തുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇന്നും ഇന്നലെയുമായി കേരളത്തിലെ വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് മുൻ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ്റെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയുകയാണ്. പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി തന്നെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ രൂപീകരിച്ചു എന്നുള്ളതാണ്. പച്ചക്കള്ളമാണ്. അദ്ദേഹത്തിന് ഈ 2 പേരെ ഉൾപ്പെടുത്താതെ അദ്ദേഹം നോട്ടിഫൈ ചെയ്ത ഗസറ്റാണ്. ഈ ഗസറ്റിൽ വളരെ കൃത്യമായിട്ട് 3-ാമത്തെ പേജിൽ, അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം, 3-ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നു, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ റിമൈനിങ് 2 members ഷാൽ ബി മെയ്ഡ് ഷോർട്ട്ലി. നിയമവകുപ്പിൻ്റെ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഈ 2 പേരെ നിയമിച്ചു കൊള്ളാമെന്ന് പിണറായി സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ 2 പേരെ നിയമിച്ചോളാമെന്ന് തന്നെയല്ലേ പിണറായി പറഞ്ഞത്. ഇനി ഇപ്പോൾ മുസ്ലിം ലീഗ് ഇന്നലെ അതിനേക്കാൾ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ, സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾ പറഞ്ഞത് ഇത് പരിശോധിക്കാമെന്നാണ്. കേന്ദ്ര നിയമത്തിനനുസരിച്ചല്ല ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിയമസാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞതെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞത്. പക്ഷേ അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ടേക്കിംഗ് നോട്ട് ഓഫ് ഓൾ ദ എബോവ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേറ്റീവ്സ്, ദ ഗവൺമെൻറ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് strictly in compliance with the mandate of Section 14 of the United Waqf Management and Empowerment, Efficiency and Development Act 1995. അതായത് പരിശോധിക്കാന്നല്ല പറഞ്ഞത്, ഗവൺമെൻറ് ഇത് ഈ ബോർഡിനെ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് Section 14. Section 14 എന്താണ്? Section 14 എന്ന് പറയുന്നത് 11 അംഗങ്ങളെ എങ്ങനെ നിയമിക്കണമെന്നുള്ള വഖഫ് അമെൻമെൻറ്റ് ആക്ടിലെ ആണ് Section 14. അത് കൃത്യമായി ഞങ്ങൾ കംപ്ലൈ ചെയ്തോളാം, സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ ആക്ട് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ, ഇപ്പോൾ ഒരു GP അല്ല അവിടെ വന്ന് അപ്പിയർ ചെയ്തത്, അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയും ഈ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗും അറിഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിലുള്ള പൊടിയിടിയിലാണ്. വഖഫ് ബോർഡ് ഇടപെടുന്നത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം സ്വത്തുക്കളുടെ കാര്യത്തിലല്ല. വഖഫ് ബോർഡ് വ്യവഹാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതിൽ 40% മറ്റ് സമുദായങ്ങളുടെ കൈവശമിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പ്രീണന രാഷ്ട്രീയത്തിനായി തെറ്റിദ്ധാരണ പരത്താനുള്ള നീക്കങ്ങളിൽ നിന്നും CPM-ഉം മുസ്ലിം ലീഗും പിന്തിരിയണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു.